എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്നലെ നമ്മുടെ വീഡിയോ ദീപ്തിയുടെ വീട്ടിൽ വന്നേക്കാം. മാലോം എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. നമ്മുടെ കാസർഗോഡ് ജില്ല തന്നെയാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. ആ ഒരു ഏരിയയുടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഗ്രീനറി, പിന്നെ കൃഷിയാണ് മൊത്തം. കമുങ്ങും റബ്ബറും പിന്നെ എന്താ പറയുക ചെറിയൊരു റിവറും അങ്ങനെയൊക്കെ വെച്ചാൽ മൊത്തത്തിൽ കണ്ണിന് കുളിർമ തരുന്ന ഒരു കിടിലം വീഡിയോ ആയിരിക്കും. എന്നാൽ പിന്നെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. എന്നാൽ പിന്നെ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. അങ്കമാലിയിൽ നിന്ന് കാസർഗോഡേക്ക് പോവാം. അത് വന്ദേ ഭാരത് ട്രെയിനിലാണ് പോണേ. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്കായാലും ഒരു ലക്ഷറി ട്രെയിൻ സർവീസ് ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ പറ്റിയ ഒരു അടിപൊളി ട്രെയിനാണ് വന്ദേ ഭാരത്. അപ്പോൾ ഞങ്ങൾ കാസർഗോഡേക്ക് പോയില്ല. അളിയൻ അതിൻ്റെ ഇടയ്ക്ക് വിളിച്ചാൽ ഞങ്ങൾ കണ്ണൂർ ഇറങ്ങി. അളിയൻ വന്ന് പിക്ക് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ അവിടുന്ന് ഏകദേശം ഒരു മണി 1:30 ഞങ്ങൾ കണ്ണൂർ എത്തിപ്പേക്കും. പിന്നെ അവിടുന്ന് പോകുന്ന വഴിക്ക് KTDCയുടെ ഒരു റെസ്റ്റ് ഹൗസ് ഉണ്ട്. അതിൻ്റെ അകത്തൊരു ചെറിയ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. ഒരു വലിയ സീറ്റിംഗ് കപ്പാസിറ്റി ഇല്ല, എന്നാലും കുഴപ്പമില്ല. നല്ല കിടിലൻ ഉച്ചയ്ക്ക് നല്ല ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഇനി ഒരു 2.5-3 മണിക്കൂർ യാത്രയാണ് കേട്ടോ. വീട്ടിൽ ചെന്നപ്പോഴേക്കും രാത്രിയായി. ഇതാണ് ദീപ്തിയുടെ രണ്ടാമത്തെ ബ്രദർ കേട്ടോ. ദീപക് മാത്യു എന്ന പേര്. പാടിയോട്ടുചാല് പള്ളിയുടെ വികാരി അച്ഛനായിട്ടോ ഇപ്പോൾ വർക്ക് ചെയ്യണേ. ഇതാണ് ദീപ്തിയുടെ അമ്മ വീട്. 2 അങ്കിൾമാർ അടുത്തടുത്തായിട്ട് താമസിക്കുന്നത്. ഇത് സാബുങ്ങളുടെ വീട്, അപ്പുറത്ത് തോമസങ്ങളുടെ വീടുണ്ട്. സാബുങ്ങൾ ദുബായിലാണ്. ഇപ്പോൾ നാട്ടിൽ വെക്കേഷൻ വന്നോ. അപ്പുറത്തിരിക്കുന്നതാണ് ദീപ്തിയുടെ ടിൻ ബ്രദർ ദീപു എന്ന പേര്. പുള്ളി ഫെഡറൽ ബാങ്കിൻ്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യണം. നാട്ടിൽ വന്ന് പിന്നെ പറയണ്ടല്ലോ, പേരും മഴയായിരുന്നു. വീടിൻ്റെ പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഈ ഒരു ഷെഡ് കണ്ടോ. ഇതിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ കർഷകരൊക്കെ ആയ കാരണം അന്നത്തെ കാലത്ത് ഇവിടെ അടക്കയൊക്കെ ഉണക്കാനായിട്ട് മഴയൊക്കെ വരുമ്പോൾ ഉണക്കാനായിട്ട് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഷെഡാണ്. ഇപ്പോൾ ഈ ഷെഡ് ഉപയോഗിക്കുന്നത് തുണി ഇറക്കിയിട്ട് ഉണക്കിയെടുക്കാൻ വേണ്ടി കേട്ടോ. നല്ല ചുക്കൂന് ഉണക്കി കിട്ടും. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി നിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇവിടത്തേക്ക് ഒരു പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ അയൽക്കാരുടെ വീടുകളായാലും നമ്മുടെ ബന്ധുക്കാരുടെ വീടുകളെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ദൂരം ഉണ്ടാവും കേട്ടോ. അങ്കമാലിലേക്കാണെങ്കിൽ എല്ലാ വീടുകളും അടുപ്പിച്ചല്ലേ. അങ്ങനെ ഞങ്ങൾ എബിയും ബിബി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ 2 ഫ്രണ്ട്സിൻ്റെ വീടാണത്. അവിടെ വന്നു കേട്ടോ. ഇവരുടെ വീടിൻ്റെ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ വീടിൻ്റെ ബാക്കിൽ കൂടെയാണ് ചൈത്രവാഹിനി പുഴ പോണേ. ഇപ്പം നാട്ടിൽ മഴ സീസണായ കാരണം നല്ല ഒഴുക്കാട്ടോ വെള്ളത്തിന്. ഇപ്പം നമുക്ക് ഇറങ്ങി കുളിക്കാൻ പറ്റുന്നില്ല, കാണാൻ പറ്റും. എന്താ ഒരു ഭംഗി നോക്കണല്ലേ. ഈ വീഡിയോൻ്റെ അവസാന ഭാഗത്ത് ഈ റിവർ നമുക്ക് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോഴേക്കും മഴയൊക്കെ കുറഞ്ഞ കാരണം അടിപൊളിയായിരുന്നു. കുറച്ച് നേരം പുഴയുടെ സൈഡിലൊക്കെ കറങ്ങി അടിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് വന്നിട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ മഴ വീണ നേരം നമുക്ക് ഒരുപാട് നേരം പുറത്ത് നിൽക്കാൻ പറ്റില്ല. ഇനി നമ്മൾ തൊട്ടടുത്തുള്ളൊരു അങ്കിളിൻ്റെ വീട്ടിൽ പോകട്ടോ. ഇവർ ശരിക്കും ഒരു കൂട്ടുകുടുംബം പോലെ 2 അങ്കിൾമാരും ഒരേ പറമ്പിൽ തന്നെയായിട്ട് താമസിക്കണേ. അപ്പോൾ അവിടെ ശരിക്കും 3 പെമ്പിള്ളേരുള്ള. അതിനകത്ത് മൂത്ത ആളുടെ കല്യാണം കഴിഞ്ഞു. പിന്നെ ഒരാൾ ദുബായിലാണ്, വേറൊരാൾ പഠിക്കാൻ വേണ്ടി പോയ കേട്ടോ. അവർ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ റംബൂട്ടാൻ നിൽക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ. എന്നിട്ടുണ്ടെങ്കിൽ അങ്കിള് ചെന്നപ്പോൾ തന്നെ അതവരുടെ പൊട്ടിച്ചു വന്നു. എന്താ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് എന്ന് അറിയാമോ. പിന്നെ അങ്കിള് വാൻ്റെയൊക്കെ ആയിട്ട് കുറേ നേരം വർത്താനം പറഞ്ഞു കേട്ടോ. ഈ വെക്കേഷനിൽ ഏറ്റവും കൂടുതൽ അടിച്ചു പിടിച്ചത് ഇരുമൂട്ടിൻ്റെ അപ്പൂസ് കേട്ടോ. അവർക്ക് വെള്ളത്തിൽ കളിക്കലും ചെളിവാരലും കുഴി കുത്തലും എന്തൊക്കെ പരിപാടിയാണെന്ന് അറിയാമോ. ഇത് അങ്കിളിൻ്റെ വീട്ടിൽ തന്നെയുള്ളൊരു മഴവെള്ള സംഭരണി കേട്ടോ. അതുപോലെ തന്നെ ഒരു സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നുണ്ട്. പറമ്പൊക്കെ ആയാലും മൊത്തം ചെറിയ ചെറിയ കവുങ്ങളും മൊത്തം കൃഷി ഇതായ കാരണം അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുടെ മൊത്തം നിൽക്കണം. ഫുള്ള് ഗ്രീനറിയാണ്. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാലോ പോകുന്ന റോഡുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ നമ്മൾ നേരത്തെ കണ്ട പുഴ ഉണ്ടല്ലോ, അതിന് കുറുകെ പോകുന്ന പാലം. അപ്പൂസിനെ ഇതങ്ങോട്ടൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അത് കാരണം ദീപു അവരും കൊണ്ട് ഞങ്ങൾ ചുമ്മാ നടക്കാനിറങ്ങി. അതിൽ പോകുന്ന വഴിയൊക്കെ തന്നെ റോഡിൻ്റെ സൈഡിൽ കൂടെ തന്നെ ചെറിയൊരു നമ്മുടെ നാട്ടിൽ തോടുന്നൊക്കെ പറയും, അങ്ങനെ വെള്ളം പോകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇതുകൊണ്ട് അപ്പൂസിനൊക്കെ ഇറങ്ങി കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിപ്പിച്ചു. അവിടെയൊക്കെ സേഫാണ്. വലിയ കല്ലുകളൊക്കെ ഉണ്ട്, എന്നാലും തെന്നു വന്നാലും നമുക്കൊന്നും കുഴപ്പമില്ല. ശ്രദ്ധിച്ച് നിന്ന് കഴിഞ്ഞാൽ അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോളൂ. ഇതൊക്കെയല്ലേ നമുക്ക് കിട്ടുന്ന വെക്കേഷന് കിട്ടുന്ന ഓരോ സന്തോഷങ്ങളും എൻജോയ്മെൻറ്റും. ഇത്
ഇത് ശരിക്കും ബളാല് ഗ്രാമപഞ്ചായത്ത് കേട്ടോ ഈ ഏരിയ അറിയപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വഴികളും ഈ ഒരു ബ്രിഡ്ജൊക്കെ ദീപ്തിനെയും ദീപികനെ സംബന്ധിച്ചിടത്തോളം ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് വഴിക്കാണ് നടന്നു പോയിക്കൊണ്ടിരുന്നത്. മഴയായാലും വെയിലായാലും ഇത് വഴിയാണ് അവർ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് ഈ പാലൊന്നും വന്നിട്ടില്ല. ഈ റബ്ബർ തോട്ടത്തിന് എടുക്കാൻ പോയിട്ട് അവിടെ കണ്ട് ചെറിയൊരു കോൺക്രീറ്റിൻ്റെ പാലമുണ്ട്, ഇത് വഴിയായിട്ട് പോയി. അതൊക്കെ ദീപ്തിയൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ എന്താ പറയുക, അന്നത്തെ കാലത്ത് അവർ പോകുന്ന എത്രത്തോളം റിസ്കി ആയിട്ടുള്ളൊരു റോഡൊക്കെ നമുക്കിപ്പോൾ മനസ്സിലാവും. മഴക്കാലത്തൊക്കെ ശരിക്കും വെള്ളം വന്നു പറഞ്ഞേട്ടെ. എന്നാലും ഇപ്പം കാണുമ്പോൾ ആ ഒരു നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും. ഇനി ഞങ്ങൾ ദീപ്തിയൊക്കെ പഠിച്ച സ്കൂളിലേക്ക് പോയിട്ടോ, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനവത്ത് കസ്ബ. സ്കൂളിൻ്റെ പേര് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ചിരി വരുന്നു കേട്ടോ. ഞാൻ ഈ പേര് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ദീപ്തിൻ്റെ കളിയാക്കാനായിരുന്നു. അന്നത്തെ കാലത്ത് ഇത് ഫേമസ് ആയ ഒരു സ്കൂളായിരുന്നു കേട്ടോ. മൊത്തം 2000 പിള്ളേരെ കണ്ടി സ്കൂൾ അന്ന് തന്നെയായിരുന്നു. ഒരു ക്ലാസ് റൂമിൽ 50 പിള്ളേർ വെച്ച് പഠിക്കുന്നുണ്ടെന്നാണ് ദീപ്തി പറഞ്ഞത്. ഇതാണ് നമ്മുടെ അച്ഛക്ക് 87 വയസ്സുണ്ട്. ദീപ്തിയുടെ മമ്മിയുടെ ഫാദറാ. ഇവരെല്ലാവരും അച്ഛാന്ന് വിളിക്കണേ. എന്നാൽ നമുക്കിനി അച്ഛയോട് ചോദിക്കാം ബാക്കിയുള്ള വിശേഷങ്ങൾ. അച്ഛേ, പിന്നെ വേറെ എന്താ വിശേഷങ്ങളൊക്കെ? ഒന്നുമില്ല, പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലേ? പിന്നെ നടക്കാനൊക്കെ പോകണ്ടോ? ഉണ്ട്. ആണോ? ഓക്കെ. പിന്നെ കൂട്ടുകാരൊക്കെ എന്ത് പറയണു? കൂട്ടുകാരും ഇതുപോലെ പ്രായമായവരല്ലേ. അച്ഛയുടെ കൂട്ടത്തിൽ ഇപ്പൊ അച്ഛയുടെ സെയിം പ്രായമുള്ള എത്ര പേരുണ്ട് ഇവിടെ? ഇല്ല, കുറവാണോ? തീരെ കുറവാ. ആണോ? 8-10 വയസ്സ് പുറകിലുള്ളവരാ. ആണോ? പിന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ എങ്ങനെ നേരമ്പോക്ക് വൈകുന്നേരം എവിടെ ഒരു ചെറിയ കടയൊക്കെ ഉള്ള അടുത്തോട്ട് അവിടെ ഒന്ന് പോകും. നടന്ന് അവിടെ ചെല്ലും. അപ്പൊ അവിടെ കൂട്ടുകാരൊക്കെ കാണില്ല. അവിടെ ഒന്ന് പേര് ഒരു 1/2 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ. അത്രയല്ല, 1 കിലോമീറ്റർ ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഇല്ല. പിന്നെ ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഇവിടെ വന്നിട്ട് 40 വർഷം. എങ്ങനെയുണ്ട്? ഇപ്പൊ കാണുന്ന പോലെ തന്നെ ആയിരുന്നോ? ഇപ്പൊ അതിന്റെ ബാക്കിൽ കൂടെ നല്ല അടിപൊളി ഒരു തോടൊക്കെ പോകുന്നുണ്ട്, വെള്ളത്തിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അച്ഛൻ ഇവിടെ പോകുമ്പോ എങ്ങനെയായിരുന്നു ഇവിടുത്തെ അവസ്ഥ? ഇവിടെ ആളുകൾ കുറവായിരുന്നു, കൂടുതലും കാടായിരുന്നു. ഫുള്ള് കാടായിരുന്നോ? ഫുള്ള് കാടല്ല, ഇത് ഒരു 22 ഏക്കർ സ്ഥലമാണ് ഞാൻ വന്ന് വാങ്ങുന്നത്. ഇതിനകത്തും കുറച്ച് കാടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ റബ്ബറൊക്കെ അച്ഛയായിട്ട് ഞാൻ വെച്ചു. മെയിൻ കൃഷി റബ്ബറായിരുന്നോ? റബ്ബറാ. അത് ശരി. ഇവിടെ വന്നപ്പോ തുടങ്ങി ഇവിടെ തന്നെയാണ് താമസിച്ചോണ്ടിരുന്നത്? വന്നപ്പോ ഇങ്ങോട്ടാ കുടിയേറിയത്. ഇവിടെ ഒരു ലോറിക്ക് കയറി ഇവിടെ വരെ കൊണ്ടുവന്നു സാധനങ്ങളൊക്കെ. ആണോ? വീട്ടിൽ സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് പഴയ ഈ വീടുണ്ട് ഇപ്പോ. ഇതല്ലേ പഴയ വീട്? പഴയ വീടിനൊരു ഭാഗമായത്. അപ്പൊ ഈ റോഡ് അടുത്ത കാലത്ത് വന്നായിരിക്കും? ഇത് ഞാൻ വന്ന് കഴിഞ്ഞിട്ടാണ് ഇത് നല്ല റോഡൊക്കെ ആയത്. അത് ശരി. അപ്പൊ അതിനു മുമ്പ് ഒരു ചെറിയൊരു മൺറോഡ്. മൺറോഡല്ലേ? അത് പുഴയൊക്കെ നീന്തി കിടക്കുന്ന പോലെ കടന്ന് അതിന് കയറി വന്നു. രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് കുറച്ചു. നാട്ടിൽ വെച്ച് രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു. പിന്നെ കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയി. പിന്നെ ആളുകളും മാറിപ്പോയില്ലേ, നാട്ടുകാരും വ്യത്യാസമായില്ലേ. എന്നാലും രാഷ്ട്രീയം വിട്ടില്ല. രാഷ്ട്രീയത്തിന്റെ ആ ഒരു ഇതൊക്കെ ബ്ലഡിൽ തന്നെ ഇപ്പോഴും ഉണ്ട്. അതുണ്ട്. അല്ല, അത് ഇവിടെ വന്നപ്പോൾ ഇവിടെ അത് സ്വീകാര്യമായിരുന്നു അവർക്ക്. ഈ നാടും രാഷ്ട്രീയമായിട്ട് പുറത്തുണ്ട്. അത് ശരി. പറമ്പിൽ കൂടെ ഇറങ്ങി നടക്കാൻ തന്നെ എന്ത് രസമാണെന്ന് അറിയാമോ? അതായത് ഞാനൊക്കെ 5 വർഷത്തിൽ വന്നാലുണ്ടെന്ന് തോന്നുന്നു. പച്ചമുളക്, തേങ്ങ, വാഴ, എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട കേട്ടോ. ഇത് പണ്ടത്തെ ഒരു തൊഴുത്താട്ടോ. അന്ന് പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു തൊഴുത്തും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ കേട്ടോ തേങ്ങയൊക്കെ ഇതുപോലെ കൂട്ടിയിട്ട് കണ്ടേണേ. എൻ്റെ പൊന്നോ, ഒരു വല്ലാത്തൊരു നൊസ്റ്റാൾജി ആയിരുന്നു. തെങ്ങേറ്റക്കാരനൊക്കെ ഇപ്പം എങ്ങനെ വിളിക്കും? അവർ എല്ലാ മാസവും വരുമോ? 2 മാസം 3 മാസം? അല്ല, അവർ ഡേറ്റിന് വന്ന് പറിച്ചോളും. 40-45 ദിവസം കഴിയുമ്പോൾ വരും. അവർ തന്നെ കയറിക്കോളും. പിന്നെ എല്ലാം നമ്മൾ പെറുക്കി കൂട്ടാൻ വേണ്ടി പോകണം? ഇല്ല, അവർ തന്നെ പെറുക്കി കൂട്ടുവോ, അല്ലെങ്കിൽ വേറെ ആളുണ്ടാവും. അവർ വന്ന് വേറെ പണിക്കാരുണ്ടാവും അല്ലേ?
ഇതെന്താണെന്ന് മനസ്സിലായോ? നമ്മളവിടെയൊക്കെ ചെത്തുകല്ല് അല്ലെങ്കിൽ വെട്ടുകല്ലെന്ന് പറയും കേട്ടോ. ഇവിടുത്തെ വീടുകളൊക്കെ പണിയണത് മതിലൊക്കെ കെട്ടുന്നത് ഇങ്ങനത്തെ ഇത് വെച്ചാൽ. ഇനി ഇവിടുന്ന് തോമസുകളും കൂട്ടി നമ്മൾ പറമ്പ് കാണാൻ പോകണം. അതായത് ഒത്തിരി നടക്കാനെന്ന് പറഞ്ഞാൽ നേരെ മലയുടെ മണ്ടയ്ക്ക് കയറണം. പോകുന്ന വഴിയൊക്കെ നേരത്തെ പറഞ്ഞ് ഓർക്കണ്ടോ, ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ചെറിയ തോടുകളും വെള്ളമൊക്കെ പോകണുണ്ടോ. അവിടെ വലിയൊരു കുളമുണ്ട്. ആ കുളം നിറഞ്ഞിട്ടാണ് ഈ വെള്ളമൊക്കെ പോകണമെന്നാണ് തോമസങ്ങൾ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ തോമസങ്ങളും ദീപും ഞാനും കൂടി നേരെ പറമ്പ് കാണാൻ ഇറങ്ങണം. ഇത് തന്നെ നല്ലൊരു എക്സസൈസ് ആണെന്നല്ലേ പറഞ്ഞിട്ടെ. ഇതാണ് നമ്മുടെ തോമസങ്ങൾ. അപ്പോൾ തോമസങ്ങളാണ് നമ്മൾ ഈ പറമ്പിലെ ഫുള്ള് കാര്യങ്ങൾ നോക്കി നടത്തണേ. സാബുങ്ങളുണ്ട്, സാബുങ്ങൾ ഗൾഫിലാണ്. അങ്ങൾ രാവിലെ തന്നെ ഇറങ്ങും. അപ്പോൾ അങ്കിളോട് നമുക്ക് ചോദിക്കാം എങ്ങനെയൊക്കെയാണ് ഈ കൃഷിയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണമെന്നുള്ളത്. അങ്ങനെ എന്തായാലും വേറെ വിശേഷമൊക്കെ എങ്ങനെ പോകണം ഇപ്പോൾ ഈ പണിയും പരിപാടികളൊക്കെ? പണി ടാപ്പിംഗ് സമയത്ത് ടാപ്പിംഗ് ആണ് പ്രധാനം, അല്ലാത്തപ്പോൾ ബാക്കി കൃഷി പണികൾ. രാവിലെ എപ്പോൾ തുടങ്ങും? വെളുപ്പിന് നേരം വിളക്കുന്നതിന് മുമ്പ് തന്നെ പോകും. ഒറ്റ സ്ട്രെച്ച് പോയിട്ട് പിന്നെ എപ്പോൾ തിരിച്ചു വരും? 2 മണിയാകുമ്പോഴത്തേന് എത്തും. ഓ ഓക്കെ ഓക്കെ. അപ്പോൾ റബ്ബറൊക്കെ ഒത്തിരി ഉണ്ടോ? റബ്ബർ 10-500 മരത്തോളം ഉണ്ട്. ആണോ? അങ്ങനെയുണ്ട്. ഇപ്പോൾ റബ്ബർ വെച്ചോളോ? റബ്ബർ വില കുറഞ്ഞു പോകുന്നത് അതിൻ്റെ ഒരു വിഷമമുണ്ട്. അതല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഈ കുളം ഫുൾ ടൈം വെള്ളം ഉണ്ടാവും അങ്കിൾ ഇതിനകത്ത്? ഏകദേശം മെയ് മാസം മാത്രമേ നല്ല വേനലാകുമ്പോൾ കുറയും. അതല്ലേ? നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത് ഇത് ഈ പന വന്നപ്പോൾ വെള്ളം വലിച്ചിട്ട്. അപ്പോൾ ഈ ഇതിനകത്ത് നമ്മൾ മോട്ടർ വെച്ച് വെള്ളം എടുക്കും? അതില്ല, അതൊന്നുമില്ല. ഓസ് ഇട്ടിട്ട് വീട്ടിലേക്ക് എടുക്കുന്നു. ഇവിടെ നിന്ന് വീട്ടിലേക്ക് വെള്ളം തന്നെ? ഓസിൽ വരുന്നത്. ഓക്കെ 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 ഓക്കെ. ഇത് ഇപ്പം നിറഞ്ഞൊഴുകുന്നുണ്ട് അവിടെ. വെള്ളം പോണ സൗണ്ട് കേൾക്കാൻ. പറമ്പ് കാണാൻ പോണെന്ന് ഇറങ്ങി. സംഭവം സിമ്പിളൊന്നുമല്ല കേട്ടോ. മുണ്ടും മടക്കി കുത്തി ഇറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. മനുഷ്യൻ്റെ ഊപ്പാടിളകി. അങ്കിള് നല്ല പയറ് പോലെ കയറി പോകണമായിരുന്നു. നമുക്ക് ഈ പണി വല്ലതും പറ്റുമോ? ഇനി അങ്ങോട്ട് മൊത്തം റബ്ബർ തന്നെയുള്ള റബ്ബർ മിക്കവാറും. ഏറ്റവും മണ്ടയ്ക്ക് കശുമാവുണ്ട്. ഏറ്റവും മണ്ടയ്ക്ക് കശുമാവ്. അപ്പോൾ ഇനിയും പോണതിന് മുകളിലേക്ക് ഇനി എന്തേലും ഉണ്ട്. ഇതിൽ കൂടെ ഉണ്ട് നടക്കാൻ മുകളിലേക്ക്. നമുക്ക് പോയി നോക്കാം. ഇല്ല അങ്ങളെ, ഞാനില്ല. ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചയൊക്കെ മതി. ഇതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ പൊന്നോ ഞാൻ എടുത്തു. കേരളത്തിലെ കൂർഗ് എന്ന പേരിലാട്ടോ ഈ മാലം എന്ന് പറയുന്ന സ്ഥലം അറിയപ്പെടുന്നത്. അത് ശരി തന്നെ കേട്ടോ. കാണാൻ തന്നെ അങ്ങനെ തന്നെയുണ്ട്. ചെറിയ ചെറിയ മലകളും അതുപോലെ തെങ്ങും തോപ്പുകളും ഫുള്ള് ഗ്രീനറി അല്ലേ. ഞാൻ വീഡിയോയിൽ തുടക്കം പറഞ്ഞ പോലെ. എന്തായാലും സംഭവം കൊള്ളാട്ടോ. മല കയറിയാലും കുഴപ്പമില്ല. കണ്ണിന് കുളിർമ കിട്ടുന്ന കാഴ്ചകളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങളെ ഈ തെങ്ങും തോപ്പുകളൊക്കെ അത് നമ്മുടെ അയൽവാസിയുടെയാണ്. അത് ശരിക്കും തെങ്ങും തോപ്പ് തന്നെയാണോ? അത് തെങ്ങും തോപ്പാണ്. തെങ്ങ് അതിൽ കമുകുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ. തെങ്ങിൻ്റെ ഇടയിൽ കൂടെ കമുങ്ങ് കയറിപ്പോഴും അല്ലേ? ഓക്കെ ഓക്കെ. അവിടെയൊക്കെ ഒത്തിരി ഇതുണ്ടല്ലോ അല്ലേ? അത് മാലോം പ്രദേശമാണ്. മാലോ. എന്താ ഒരു ഭംഗി. അപ്പൊ തണുപ്പ് സമയത്തൊക്കെ ഫുള്ള് കോടയിരിക്കുമോ? ഫുള്ള് കോട. അപ്പൊ ശരിക്കും ഒരു 3-6 വാഗമണൊക്കെ. അത് അതിനും അപ്പുറം കർണാടക. ആ മല കാണുന്നില്ലേ? ആ വലിയ മലയ്ക്ക് അപ്പുറം കർണാടക. അപ്പൊ നമ്മുടെ റാണിപുരം ഏത് സൈഡാ? റാണിപുരം ആയതുകൊണ്ട് ആ ഭാഗത്തായിട്ട് വരും. അപ്പുറത്തെ സൈഡ്. നിങ്ങൾ അവിടെ ഒരു ടവർ കാണുന്നില്ലേ? അതിലേ അന്നല്ലേ പോയത് നിങ്ങൾ? പുല്ലടി. ഇങ്ങനെ കല്യാണം കഴിച്ച് ഭാര്യ വീട്ടിൽ വന്നിട്ട് ഇവിടേക്ക് ആദ്യമായിട്ട് വന്നേ. സംഭവം പൊളി. അപ്പൊ ഇഷ്ടം പോലെ തേങ്ങയൊക്കെ ഉണ്ടല്ലോ. എന്തായാലും താഴ്ത്തു പോവാം. താഴ്ത്തു പോയിട്ട് കരിക്കൂടാം നമുക്ക്. അപ്പൊ തേങ്ങ വിലയില്ല ഇപ്പൊ വിലയുണ്ട്, പക്ഷെ ഉൽപാദനം ഇല്ല. തെങ്ങന്ന് പറിക്കാൻ താനുമില്ല. വിളഞ്ഞ സാധനം കിട്ടണ്ടേ? അതാ അതില്ല. തെങ്ങാ നോക്കിയല്ലേ നല്ല പച്ചപ്പാട്ടോ. ഇഷ്ടംപോലെ തേങ്ങ ഉണ്ടല്ലോ. ഉണ്ട്. അതുപോലെ വിളഞ്ഞില്ല, അത് പറിക്കാറായില്ല. പണിക്കാരൊക്കെ ഇഷ്ടംപോലെ കിട്ടുമോ? അല്ലെങ്കിൽ പണിക്കാരെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് ഇപ്പം. പണിക്കാരൊക്കെ ചെയ്യാനായിട്ട് ആളില്ല. ടാപ്പ് ചെയ്യാനായിട്ട് ആള് തീരെ കുറവ്. പണ്ട് ആളെ ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു. ഇപ്പൊ ടാപ്പ് ചെയ്യാൻ ആളില്ല. പുതിയ തലമുറകൾ ആരും ടാപ്പിങ്ങിലേക്ക് പോകുന്നില്ല. ഇപ്പൊ ഞാൻ എന്റെ പറമ്പില് മറ്റേ സാബുകളുടെ ഷീറ്റ് അടിക്കും അങ്ങൾ തന്നെ. അതുകൊണ്ടല്ല രാത്രി പോകുന്നത്. രാത്രി പോയിട്ട് 4 മണി ഒക്കെ കഴിയുമ്പോൾ 4-4:30 ഒക്കെ ആകുമ്പോഴത്തേനും പോകും. പാലെടുത്ത് 2 മണിയാകുമ്പോഴത്തേനും പണി തീർത്തിട്ട് വരും. അല്ലല്ല, ഇത് വാട്ടർ ടാങ്കാ. നനയ്ക്കാനായിട്ട്
ഈ കമുകും തെങ്ങിനൊക്കെ നനയ്ക്കാനായിട്ട് ഇതിൽ പുഴയിൽ നിന്ന് വെള്ളം അടിച്ച് ഇത് നിറച്ചിട്ട് ഇവിടുന്ന് പൈപ്പിട്ട് നനയ്ക്കും. ഓക്കെ. ഇവിടുന്ന് ഏകദേശം എന്തോരം സമയം എടുക്കും നമ്മുടെ പറമ്പിന്റെ അങ്ങറ്റത്ത് എത്താനായിട്ട്? ഒരു 15 മിനിറ്റ്. 15 മിനിറ്റ് മതിയോ ഇവിടുന്ന് അങ്ങറ്റത്ത് മുകളിലേക്ക് എത്താൻ? അപ്പോൾ നല്ല സ്പീഡിൽ പോകും നമ്മൾ. രാവിലെ പണിക്ക് പോകുന്നല്ലേ. 15 മിനിറ്റ് മുകളിൽ എത്തൂലേ? പക്ഷെ നിങ്ങളെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 20-25 മിനിറ്റിൽ പിടിക്കും. എൻ്റെ പോലെ ഞാൻ ഇത്ര നേരം നടന്നപ്പോൾ തന്നെ ആവശ്യമില്ലല്ലോ. അങ്ങനെ പറമ്പൊക്കെ കണ്ട് നമ്മൾ വീണ്ടും താഴെ എത്തിയിട്ടോ. പിന്നെ ഈ കാണുന്ന വാഴക്കൊലകളും ഈ ചേനയൊക്കെ ഇവിടെ തന്നെ ഉണ്ടായ പറമ്പിലുണ്ടായത് കേട്ടോ. പിന്നെ ആദ്യം കുറച്ച് കോഴികളൊക്കെ ഉണ്ടോ. ഈ കോഴികളൊക്കെ നമുക്ക് വേണ്ടി റെഡിയാക്കി നിർത്തിയാന്ന് പറഞ്ഞത്. വീട്ടിലെ വേസ്റ്റ് തന്നെ കേട്ടോ നിങ്ങളുടെ മെയിൻ ഫുഡ്. പറമ്പൊക്കെ കണ്ട് ക്ഷീണിച്ച് താഴെ വന്നപ്പോൾ തന്നെ മൂത്ത അളിയൻ്റെ ഒക്കെ കരിക്കിടാണ്ടോ. ഇനി പുള്ളി തന്നെ കരിക്കൊക്കെ വെട്ടി തരും. ബാങ്ക് മാനേജറായാലും കരിക്ക് വിടാൻ പുള്ളിക്ക് വാര വശം. എല്ലാവരും കാത്തിരിക്കുകയാണ് കരിക്കും വെള്ളവും കരിക്കും തിന്നാൻ വേണ്ടി. അടിപൊളി, ഭയങ്കര ഗ്യാസ്. കരിക്കും വെള്ളത്തിൻ്റെ ഒക്കെ രുചി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ, ഇതൊക്കെ ചെറുപ്പത്തിൽ കുടിച്ച ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ. നമുക്ക് ഓസ്ട്രേലിയൊക്കെ കിട്ടും. എന്നാലും ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള കരിക്കും വെള്ളം കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സംഭവം തന്നെയാണ്. പിന്നെ കരിക്ക് പൊടിക്കുന്ന സമയമായിരിക്കും ദീപ്തിയും പിള്ളേരും എല്ലാവരും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇരുന്നവരൊക്കെ ഓടി വന്നു. പിന്നെ കരിക്ക് വെട്ടലും തിന്നലും ഇതിൻ്റെ ഒച്ചപ്പാടും വേണമായിരുന്നു മൊത്തം. ആദ്യം തന്നെ പൂജിക്കട്ടെ, പിന്നെ തേവരെ പൂജിക്കാം. കള്ള് കള്ളാണോ അച്ഛേ? ഓക്കെ. അതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞു കേട്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ ദീപ്തിയുടെ അമ്മ വീടാ ഞാൻ തുറക്കാൻ പറഞ്ഞില്ലേ. ദീപ്തിനെ വിളിച്ചിരിക്കും കാസർഗോഡ് ടൗണിൽ തന്നെ കേട്ടോ. ഇപ്പോൾ അളിയൻ കണ്ണൂർ ഫെഡറൽ ബാങ്കിൻ്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യണ കാരണം അവർ ഫാമിലിയായിട്ട് അവിടെ താമസിക്കുന്നു. മമ്മി ഞങ്ങളോട് ഓസ്ട്രേലിയയിൽ. അപ്പോൾ ആ വീട് അടച്ചിട്ടേക്കാം. അത് വിൽക്കാനുള്ള പരിപാടിയിലായിട്ട് നിൽക്കണം. അതുകൊണ്ട് വെക്കേഷൻ നമ്മൾ പിള്ളേർക്ക് ഓടിച്ചാടി കളിക്കണമെങ്കിൽ ഏറ്റവും ബെറ്റർ ഇവിടെ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഈ വെക്കേഷൻ മൊത്തം ദീപ്തിയുടെ അമ്മ വീട്ടിൽ തന്നെയായിരുന്നു കേട്ടോ. ഇതിൽ നമ്മൾ തുടക്കാൻ വീഡിയോ കണ്ട ഒരു പുഴ കണ്ടോ, അതിൻ്റെ ഇപ്പോഴത്തെ ഭംഗി നോക്കി. വെള്ളം കുറഞ്ഞപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. നമുക്ക് മുങ്ങി കുളിക്കാനൊക്കെ വരും. പിന്നെ ഞങ്ങൾ അളിയന്മാരൊക്കെ കൂടി വെള്ളത്തിൽ നിന്ന് കുളിയൊക്കെ പാസ്സാക്കി. പിന്നെ ഡിന്നർ കഴിക്കാൻ വേണ്ടി തോമസങ്ങളുടെ മൂത്ത മോളെ കെട്ടിച്ചിട്ടാണ് വീടാട്ടത്. അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ, 2-2.5 കിലോമീറ്റർ ഉള്ളൂ. മാളുവിൻ്റെ വീട്ടിൽ വന്നു. അവിടെയാണെങ്കിൽ ആ ഫുഡിൻ്റെ ഘോഷയാത്ര. വെക്കേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എവിടെ പോയാലും നമുക്ക് സ്ഥലക്കരിക്കലുള്ള നമ്മുടെ പരിപാടി. ഫുഡൊക്കെ ഇഷ്ടം പോലെ ഇരുന്നു കേട്ടോ. ഇതാണ്ടോ നമ്മുടെ അളിയൻ അച്ഛൻ്റെ പാടിയോട്ടിച്ചാലി പള്ളി. ഈ പള്ളിയിൽ വികാരിച്ചനായിട്ടോ ദീപകച്ചൻ മറക്കുകയാണ്. പള്ളിയുടെ പറമ്പും കാര്യങ്ങളൊക്കെ ആയാലും മലയോര പ്രദേശം കാരണം അതിൻ്റെ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. പിന്നെ അച്ഛൻ്റെ റൂമിലൊക്കെ കയറി കുറച്ച് നേരങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിട്ട് ചായ കുടിച്ചവിടെ ഇരുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് കാസർഗോഡ് വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായി ചോദിക്കണം. വീഡിയോ ഇത്തിരി ലെങ്തി ആയിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രയ്ക്ക് ഭംഗിയുള്ള സ്ഥലങ്ങളായാലും ഞാനത് കുറയ്ക്കാണ്ടിരുന്നതാണ്. എന്നാൽ പിന്നെ നമുക്ക് നാട്ടിലെ അടുത്ത വിശേഷങ്ങൾ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.